We will try him for 6 months. He seems to be smart. मलबारी लोग से कंपनी कर लेते क्या? എല്ലാവരെയും ഞാൻ ചോദിച്ചതായിട്ട് എഴുതണോട്ടാ. നിങ്ങളുടെ മോന് തന്നെയാണ് കത്തയക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാൻ? ഇവിടുത്തെ കഷ്ടപ്പാട് വിസ്തരിച്ച് എഴുത്. അവനിക്കൊരു NOC അയച്ചു കൊടുക്കാത്ത ഈറ കുറച്ചൊന്നുമല്ല. ഉള്ള കൃഷി നോക്കി നടക്കുന്നതാണ് ഉത്തമമെന്ന് നിങ്ങളുടെ വകയും കൂടി ഒരു ഉപദേശം അങ്ങ് ചെല്ലട്ടെ. എന്റെ കാര്യം കഴിഞ്ഞപ്പോ തുടങ്ങിയ ഉപദേശം അവന് തോന്നും. ചെക്കന് പിരാന്താണ്. ആണായിട്ട് അവൻ ഒരുത്തനേ ഉള്ളൂ. അവൻ അവിടെ നിൽക്കട്ടെ. മാളിക അങ്ങാടി വരെ പോകാനുള്ള കാറ്. ആ പൂതി വേണ്ട. നാട്ടിൽ ചെറുമട്ടത്തിനൊക്കെ കഴിയാനുള്ള വക നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പടച്ചോൻ ഇത് നിലനിർത്തി തന്നാ മതി. അതൊക്കെ മമ്മൂക്ക എഴുതിയാ മതി. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വെച്ച് ഒറ്റ വാചകം കൂടി എഴുതിയത്. മേലോട്ട് നോക്കി സങ്കടപ്പെടാതെ താഴോട്ട് നോക്കി സമാധാനിക്കാണ് വേണ്ടത്. എവിടെ കഴിഞ്ഞില്ലേ രാജൻ? നടന്നോളൂ. 5 മിനിറ്റ് താമസമുണ്ട് എനിക്ക്. യെസ് പ്ലീസ്. ഞാൻ തന്നെയാണ് മമ്മൂക്ക. ഞാൻ വരാം. സ്ഥലം മനസ്സിലായി. എത്തിക്കോളാം. ശരി. കാത്തു നിൽക്കാൻ കണ്ട സ്ഥലം പറ്റി മമ്മൂക്ക. അല്ല, എന്താ ഫോണിൽ കൂടി പറയാൻ വയ്യാത്ത സ്വകാര്യം? അബുവിന്റെ കത്ത് വന്നു. എനിക്ക് വന്നില്ല. എല്ലാ വിവരത്തിനും എഴുതി അമ്മണിയെ കൊണ്ട് അടിയിൽ 2 വരിയെങ്കിലും എഴുതിച്ച് ഉടനെ മറുപടി അയക്കണമെന്ന് എഴുതിയിട്ട് നോക്കട്ടെ എത്ര ദിവസമായി? വിവരങ്ങള് ബാപ്പ പോയി പറഞ്ഞാ മതിയെന്ന് എത്ര എളുപ്പത്തിലാണ് എഴുതിയത് പടച്ചോനെ. പറഞ്ഞോളൂ മമ്മൂക്ക. എന്ത് കേട്ടാലും സഹിക്കാൻ എനിക്ക് കഴിയും. പറയൂ മമ്മൂക്ക. പണവും കൊണ്ട് അബു പെങ്ങളുട്ടിയെ കാണാൻ ചെന്നപ്പോ കണ്ടില്ലേ? അബു കണ്ടില്ലേ? കണ്ടു. അമ്പലക്കുളത്തിൽ ശവം പൊന്തി കിടക്കുന്നതാണ് എന്റെ മോന് കാണേണ്ടി വന്നത്. മമ്മൂക്ക, എല്ലാ കയ്പും കടിച്ചിറക്കി കുറച്ചു ദിവസം കൂടെ പിടിച്ചു നിൽക്കായിരുന്നില്ലേ എന്റെ പെങ്ങളെ? പടച്ചോന്റെ കണക്കൂട്ടില് നമുക്കറിയാൻ വയ്യില്ല മക്കളെ. ഇതാ എഴുത്ത് വായിച്ചു നോക്കി. വേണ്ട, ഇക്കാര്യം ആരോടും പറയേണ്ട മമ്മൂക്ക. സഹതാപക്കാരുടെ ചോദ്യങ്ങളും വ്യാഖ്യാനങ്ങളും വേണ്ട. എന്റെ ദുഃഖം എന്റെ മാത്രം ഉള്ളിലിരിക്കട്ടെ. തനിച്ചിരുന്ന് കരഞ്ഞ ഇത്തിരി ആശ്വാസം കിട്ടുവച്ച കരഞ്ഞോളി. ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു. ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു. ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു. ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു. ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു. ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു. എന്റെ സുന്ദരാംഗി മനസ്സിന്റെ കടവിൽ നിന്നു. എന്റെ സുന്ദരാംഗി മനസ്സിന്റെ
നിന്നു ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റു വന്നു മണിക്കാറ്റു വന്നു മണിക്കാറ്റു വന്നു മാപ്പാക്കണം മമ്മൂക്ക. വർഗീസിന്റെ പാർട്ടിയാണ്. ഇന്നത്തെ ദിവസം കൂട്ടരെ മമ്മൂക്ക സമ്മതം തന്നിരിക്കുന്നു. പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ഇതോടെ എന്റെ ഒരു വലിയ ബാധ്യത തീർന്നു. എന്റെ സന്തോഷത്തിന് ചെറിയൊരു പാർട്ടി. മണിമഞ്ചൽ തീർത്തു മദന പൂങ്കിളിയോട് ശരി. ഹൃദയത്തിലൊരുത്തന്റെ പുതുചിത്രമെഴുതി ഹൃദയത്തിലൊരുത്തന്റെ പുതുചിത്രമെഴുതി കടലിന്റെ അക്കരയ്ക്കായി ഭേദപ്പെട്ട വീട്ടുകാരി. ചെറുക്കനെ എനിക്കറിയാം. എനിക്ക് ആകെ ഒരു പെങ്ങളെ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് ടു യുവർ സിസ്റ്റർ. വലിയ പ്രോജക്റ്റാണ്. 7 സ്റ്റോറീഡ് ബിൽഡിംഗ്, 30 ഫ്ളാറ്റുകൾ. ഹാർബർ പ്രൊജക്ടിന് വരുന്ന ഫോറിനേഴ്സിന് താമസിക്കാൻ പറ്റിയ ക്ലാസ് ഫ്ലാറ്റ്സ്. ഇതിന് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. ബാങ്ക് ലോൺ മോസ്റ്റ്ലി, പാർട്ട്ലി കമ്പനി മണി. ഇത് ഒരു ഫീസിബിൾ പ്രോജക്റ്റ് ആയി എനിക്ക് തോന്നുന്നില്ല. ആർ യു എ ഫിനാൻസിംഗ് എക്സ്പെർട്ട്? ഇതിന് എക്സ്പെർട്ട് ആവണ്ട സർ. സാമാന്യ ബുദ്ധിമതി. 2 കൊല്ലത്തിനകം ഹാർബർ കൺസ്ട്രക്ഷൻ കഴിയും. ഫോറിനേഴ്സ് പോകും. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത റെന്റിന് പിന്നെ ഈ ഫ്ലാറ്റുകൾ എടുക്കാൻ ബോസ് എന്റെ സജഷൻ ചോദിച്ചതാണ്. കമ്പനിക്ക് എക്സ്പാൻഷൻ വേണം. മോഡേൺ ബിസിനസ്സിൽ എക്സ്പാൻഷൻ മീൻസ് ബ്രാഞ്ചിങ് ഔട്ട്, ഡൈവേഴ്സിഫിക്കേഷൻ, പുതിയ ഏരിയാസ്. ലൈക്ക് വാട്ട്? പെർമനന്റ് മാർക്കറ്റുള്ള ഫുഡ് മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ട്, മൊണോപ്പൊളി ഏജൻസീസ്. കുറച്ചു നാളത്തെ എന്റെ ഒബ്സർവേഷൻ കൊണ്ട് തോന്നിയതാണ്. My assistant says this investment is a waste. He has other ideas. ഇറക്കപ്പാ ചീട്ടിടെ വെച്ച് താമസിപ്പിക്കാതെ. ശരി. കല്ലി പല്ലി രാജൻ എന്റെ ഒരാളാണ്. ഇന്ന് നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. കണ്ടിട്ട് എനിക്ക് ജോക്കർ 4 പ്രാവശ്യം 4 കിട്ടിയിട്ടുണ്ട്. ജോക്കറെ കൂടി അടിക്കാൻ പറ്റില്ല. നിങ്ങൾ കൂടെ സംസാരിക്കാൻ വേണ്ട. ബേബി ക്യാമറ വന്ന് ഈ കാറ്റുകൾ കൂടുതൽ പറയാം. എത്ര റുപ്യ 560 തരാൻ അതുപോലെ ജയിക്കാം. പോരാ സക്ഷനോട് പറഞ്ഞിട്ടെടുക്കാനായിട്ട്. അവന് പിന്നെ ഈ ആടിനും കാവും തിരിച്ചറിയാൻ പറ്റും. പിന്നെ 3000 ഇതൊക്കെ നടക്കുന്ന ചീട്ട് കാണാൻ പാടില്ല. ഇറക്കാൻ ചീട്ട് നിങ്ങൾ ആദ്യം ഇറക്കണം. എനിക്ക് 4 ജോക്കറെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വച്ചോടത്ത് കഴിഞ്ഞോണ്ടൊക്കെ തൂറ്റിയ ഇത് എന്തെങ്കിലും വച്ചോണ്ടിരിക്കുന്നത്. നിനക്ക് മാത്രം വച്ചോടുന്നത് എനിക്ക് കളിക്കുന്നത്. ഏയ് ബാവുട്ടി, ഒന്ന് നിർത്താമോ ഈ പണ്ടാരം? ബഹളമില്ലാത്ത ഒരു മിനിറ്റ് സമയമുണ്ട് ഇതിനകത്ത്. അതിനൊറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കണം. അതിനും സൗകര്യമാണെങ്കിൽ ഒരു വില്ല. ഞങ്ങളാരും വിളിച്ചില്ലല്ലോ ഓഫീസ് റഹ്മാൻ അങ്ങോട്ട്. എടാ എടാ പാടാന്ന് വിളിക്കാൻ തുടങ്ങിയാൽ കളി കാര്യാക്കാതെ ബാപ്പുട്ടി അങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങനെ താമസിക്കുമ്പോ കുറച്ച് കളിയും പാട്ടൊക്കെ ഉണ്ടാവും. ബഡാസാബാർക്ക് പറ്റില്ലെങ്കിൽ വേറെ സ്ഥലം നോക്കട്ടെ. പാട്ടും കളിയൊക്കെ നടന്നോട്ടെ. എനിക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യണ്ട.
എന്താ കുട്ടനാരെ? രാജ എന്താ? ഒന്നുമില്ല. അധികം ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പോയി. എന്റെ തെറ്റ്. പഹയന്മാരുടെ അടുത്ത് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടെന്നറിയാവോ? വല്ലപ്പോഴും ഒന്ന് കളിക്ക്, അത് ആവശ്യമാണ്. പകല് മുഴുവൻ പണിയെടുത്തിട്ട് ഈ രാത്രി ആവുമ്പോഴെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണോ വേണ്ടിയോ? എന്താണ് ആഫീസിൽ എന്തോ ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് കേട്ട്, അത് നേരാണോ? ഞാനൊന്നും അറിഞ്ഞില്ല. അത് എന്നോട് വേണ്ട. പറയാറായില്ല മമ്മൂക്ക. ന്യൂസൊക്കെ ഞമ്മള് മണത്തറിയൂലേ? ആട്ടെ, എന്നാണ് ആ വലിയ കസേരയിൽ ഇരിക്കുക? ആലോചന നടക്കുന്നു കിട്ടും. അവിടെ ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് പറയണം കാണാൻ വേണ്ടി വന്നാ ഞമ്മളെ കൂടുതൽ നേരം കാത്തിരുത്തരുത്. നടന്നാൽ ആരുടെയൊക്കെയോ അനുഗ്രഹം എന്ന് മാത്രം. മുകളിലൊരാളില്ലേ, ഓർഡറിലെ ബാധകം തോന്നിപ്പിക്കുന്നതും ഒപ്പ് വെപ്പിക്കുന്നതൊക്കെ അവിടെ നിന്നല്ലേ? കേട്ട ഉടനെ കടയിൽ വന്നോരിക്കൊക്കെ 7-Up കോളം നമ്മൾ കൊടുത്ത് ഫ്രീ. ഒരു കൈകൊണ്ട് തല്ലുമ്പോ മറ്റേ കൈകൊണ്ട് തലോടും. അതാണ് പടച്ചോന്റെ പണി. आज हमारा दोस्त इस कंपनी का सर्विस जोड़ने का टाइम में इस कंपनी का तरफ से, इस देश की तरफ से हम अल्लाह से दुआ मांगते। താങ്ക് യു ബോസ്. സുഹൃത്തുക്കളെ, നാട്ടുകാരായ എന്റെ സഹപ്രവർത്തകർ ഒരുക്കിയ ഈ യാത്രയയപ്പിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. എന്റെ വിജയത്തെപ്പറ്റിയും കമ്പനിക്ക് ഞാൻ ഉണ്ടാക്കിയ നേട്ടങ്ങളെപ്പറ്റിയും ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിതൊന്നും സാധിക്കുമായിരുന്നില്ല. ഈ അവസരത്തിൽ എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന മിസ്റ്റർ രാജഗോപാലനും എനിക്ക് നൽകിയ എല്ലാ സൗഹൃദവും സഹകരണവും നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Get me, Mr. Nair. Yes, sir. Take this to the internal auditor. Pending queries എല്ലാം ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് റിപ്ലൈ വേണം. ഇന്ന് വൈകുന്നേരം? Yes, 4 മണിക്ക് മുമ്പ്. I have written that in the margin.